ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ നടന്ന കാർഷിക സമരം സംഘർഷത്തിലേക്ക് നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു. പഞ്ചാബ് പോലീസ് 1200ഓളം വരുന്ന ട്രാക്ടറുകളിൽ വന്ന കർഷകരെ തടഞ്ഞിരുന്നില്ല. പഞ്ചാബ് അതിർത്തി കടന്ന് ഹരിയാനയിലേക്ക് എത്തിയപ്പോൾ ഹരിയാന ബാരിക്കേഡിന് സമീപം വെച്ച് ഹരിയാന പോലീസ് ടിയർ ഗ്യാസ് ഷെല്ലുകൾ പൊട്ടിച്ചിരിക്കുന്നു. ശംഭു ബോർഡറിൽ വെച്ചാണ് ഈ ടിയർ ഗ്യാസ് ഷെല്ലുകൾ അനവധി തവണ പൊട്ടിച്ചിരിക്കുന്നത്. ചിതറി ഓടിയ സമരക്കാർ പല ഭാഗത്തായി വീണ്ടും കൂട്ടം കൂടുകയാണ്. ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് പോകും. ഇതിനിടയിൽ ഒരു സമരക്കാരൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഹരിയാനയുടെ ഈ ബോർഡർ ഞങ്ങൾ ഒരു കാശ്മീരാക്കി മാറ്റുമെന്ന്. ഏതായാലും ഒരു വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ നൽകിയിരുന്നു. അതിൽ ഈ വരുന്ന സമരക്കാർ രണ്ടും കൽപ്പിച്ചാണ് വരുന്നത്, സംഘർഷത്തിന് തയ്യാറായാണ് വരുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് പഞ്ചാബിൽ നിന്ന് തുടങ്ങിയ യാത്ര. പഞ്ചാബ് പോലീസ് തടഞ്ഞില്ല. ഹരിയാന ബോർഡറിൽ എത്തിയപ്പോഴേക്കും ഹരിയാന പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇത് ഹരിയാന കടക്കില്ല എന്ന്. ഏതായാലും ദില്ലിയിലേക്ക് ഈ യാത്ര എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഹരിയാന ടു ഡൽഹി വളരെ കർശനമായി തന്നെ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്യുകയും പല വഴികൾ അടയ്ക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഒരു വലിയ സംഘർഷാന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളതെന്ന് ആണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ന്യൂസ് ഇന്ത്യ മലയാളം.